ഈ വീട് സ്ഥിതി ചെയ്യുന്നത് പത്തനംതിട്ടയിലെ അടൂർ എന്ന സ്ഥലത്താണ്. എൻ്റെ പേര് സുബിൻ, ഇതെൻ്റെ വൈഫ് ശരണ്യ, മോള് ദൈനിക, മോന് ദേവാബ്രത്. ഞാൻ വർക്ക് ചെയ്യുന്നത് ആഫ്രിക്കയിൽ കോങ്കോ എന്ന് പറഞ്ഞ സ്ഥലത്താണ്. അപ്പോൾ 2023 ഞങ്ങൾ ഈ പ്രോപ്പർട്ടി മേടിക്കുന്നതും ഒരു 2024 കൺസ്ട്രക്ഷൻ വർക്ക് ഞാൻ ഏൽപ്പിച്ചിരുന്നത് ചിറക്കൽ ബിൽഡേഴ്സ് എന്ന് പറഞ്ഞിട്ട് അനുരാജ് എന്ന് പറഞ്ഞ ഒരു പുള്ളിയെയാണ് ഏൽപ്പിച്ചിരുന്നത്. അപ്പോൾ പുള്ളി എന്നോട് സ്റ്റാർട്ടിങ്ങിലേ പറഞ്ഞു, നമുക്കൊരു ഇൻറ്റീരിയർ ഫേമിനെ ആദ്യം തന്നെ കോണ്ടാക്റ്റ് ചെയ്യുകയും അത് ഏൽപ്പിക്കുകയും ചെയ്യണം. അത് നമ്മളെ വളരെ വലിയ രീതിയിൽ തന്നെ ഇലക്ട്രിക്കിൻ്റെ വർക്കുകളും അങ്ങനെ എല്ലാ പ്ലാനിങ്ങിലും അതൊരു സപ്പോർട്ടായിരിക്കും എന്ന് പറഞ്ഞു. അങ്ങനെ ഒരു 10-12ഓളം ഇൻറ്റീരിയർ ഫേമിൽ നിന്ന് ഞങ്ങൾ എൻക്വയറി നടത്തിയിട്ട് ഫൈനലി ഞങ്ങൾ സെലക്ട് ചെയ്തതാണ് അഗാക് ഇൻറ്റീരിയേഴ്സ്. ഇൻറ്റീരിയറിനെ കുറിച്ചുള്ള ഒരുപാട് വീഡിയോസ് ഞാൻ കാണുമായിരുന്നു. അതിൽ അഗാക്കിലെ ഡെനിസ് സാറിൻ്റെ വീഡിയോസിലാണ് എനിക്ക് ഏറ്റവും കൂടുതൽ ആ ജെനുവിനിറ്റി ഫീലായത്. എനിക്ക് ഫൗണ്ടേഷൻ ടൈമിന് മുമ്പ് തന്നെ അഗാക്കുമായിട്ട് ഞാൻ ഓൾമോസ്റ്റ് 3D ഡിസൈൻ എല്ലാം കംപ്ലീറ്റ് ചെയ്തു. അങ്ങനെ അവർ പെർഫെക്റ്റായിട്ട് എനിക്ക് ഇലക്ട്രിക്കൽ പോയിൻറ്റ്സും ആ വിൻഡോ പ്ലേസിങ് എവിടെയൊക്കെ വരണമെന്നും പെർഫെക്റ്റായിട്ട് ഞങ്ങൾക്ക് പറഞ്ഞു തന്നിരുന്നു. ഞങ്ങൾ 3Dയിൽ എന്താണോ ഡിസൈൻ ചെയ്തത്, ലാസ്റ്റിലെ ഔട്ട്പുട്ട് വന്നപ്പം ആ ഡിസൈൻ അതുപോലെ തന്നെ ഞങ്ങൾക്ക് ഔട്ട്പുട്ടായിട്ട് കിട്ടിയിട്ടുണ്ട്. ഞാൻ ഇതിൻ്റെ ഡിസ്കഷനൊക്കെ തുടങ്ങിയപ്പോൾ വിദേശത്തായതുകൊണ്ട് ഇത് കറക്റ്റായിട്ട് വർക്കൗട്ട് ആവുമോ എന്നൊക്കെയുള്ള ഒരു പേടി എനിക്കുണ്ടായിരുന്നു. പക്ഷേ സ്റ്റാർട്ടിങ് മുതൽ തന്നെ അതിനുവേണ്ടി ഒരു വാട്സപ്പ് ഗ്രൂപ്പ് ക്രിയേറ്റ് ചെയ്യും. എപ്പോഴും നമുക്ക് സംശയങ്ങൾ എന്ത് വേണമെങ്കിലും ചോദിക്കാം. കളർ പാറ്റേണിനെ കുറിച്ചായാലും ഓരോ മെഷർമെൻറ്റിനെ കുറിച്ചായാലും എപ്പോഴും നമുക്ക് ക്വിക്ക് റിപ്ലൈ കിട്ടിക്കൊണ്ടിരിക്കും. ഒരിക്കലും ഒരു ലാഗോ ഒന്നും ഉണ്ടാവത്തില്ലായിരുന്നു. സ്റ്റാർട്ട് ടു എൻഡ് എപ്പോഴും സപ്പോർട്ടീവായിരുന്നു. എപ്പോൾ നമ്മൾ മെസ്സേജ് അയച്ചാലും നമുക്ക് ഉടനെ തന്നെ റിപ്ലൈ കിട്ടുകയും എപ്പം കോൾ ചെയ്ത് കഴിഞ്ഞാലും അവരെ അറ്റൻഡ് ചെയ്യുകയും നമുക്ക് അതിൻ്റേതായ സപ്പോർട്ട് അഗാക്കിൽ നിന്ന് കിട്ടിയിരുന്നു. അഗാക്കിൽ ഞാൻ ഫസ്റ്റ് കോണ്ടാക്ട് ചെയ്യും. അവിടുന്ന് സെയിൽസ് ടീമിൽ നിന്ന് അക്ഷയ് എന്ന് പറഞ്ഞ ഒരാൾ എന്നെ കോണ്ടാക്ട് ചെയ്യും. അങ്ങനെ ഞങ്ങൾ കണ്ടിന്യൂസ് ആയിട്ട് പല ഡിസ്കഷനും എല്ലാം ആയി ഒരു 2D വർക്കിലേക്കും ഒരു 3D വർക്കിലേക്കും കടക്കുകയും അതനുസരിച്ചാണ് നമ്മുടെ ബ്രിക്സ് വർക്കും എല്ലാം ഞങ്ങൾ സ്റ്റാർട്ട് ചെയ്തത്. സോ ഡിസൈനിങ് സ്റ്റാർട്ട് ചെയ്തപ്പോഴേ എൻ്റെ ഒരു ആഗ്രഹമായിരുന്നു എല്ലാ ബെഡ്റൂമുകളും ഒരു വുഡൻ ഷെയ്ഡ് അല്ലാതെ ഒരു കളർ പാറ്റേൺ ഉള്ളത് ചെയ്യണമെന്നുള്ളത്. വുഡൻ ഷെയ്ഡ് ഞാൻ മെയിൻലി ഫോക്കസ് ചെയ്തത് ലിവിങ് റൂമിലും ഡൈനിങ് ഏരിയയിലും മാത്രമായിരുന്നു. അതങ്ങനെ തന്നെ ചെയ്തെടുക്കാൻ അഗാക്കിന് പറ്റി. ഞങ്ങളെ സംബന്ധിച്ച് ഞങ്ങൾക്കൊരു റിക്വയർമെൻ്റ് ആയിരുന്നു, ഞങ്ങൾ 5 ബെഡ്റൂമും ഡിഫറൻ്റ് ആയിരിക്കണമെന്നുള്ളത്. അത് അതുപോലെ തന്നെ അഗാക്ക് ചെയ്തു തന്നിട്ടുണ്ട്.
സോ ടോട്ടലി വി ആർ വെരി ഹാപ്പി വിത്ത് അഗാക്. വിദേശത്തുള്ളവർക്കായാലും ഇവിടെയുള്ള ക്ലയൻസിനായാലും നമുക്ക് വിശ്വസ്തയോടെ അഗാക്കിനെ കോൺടാക്റ്റ് ചെയ്യാം.